അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വളരെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഈ വിറ്റു എന്ന് പറയുന്ന സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഗോവർദ്ധന് സ്വർണം വിറ്റു എന്നാണല്ലോ പോറ്റി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ ജ്വല്ലറിയിൽ നിന്നാണോ ഇത് പിടിച്ചെടുത്തത്? ഇത് ഏത് രീതിയിലാണുള്ളത്? ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ രഥം ജ്വല്ലറിയിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. 2019 ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കുന്നത്. അതിനുശേഷം അതിൽ സ്വർണം പതിക്കുകയും ചെയ്തു. തുടർന്ന് വന്ന 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അയാളുടെ സുഹൃത്ത് കൽപേഷിന് കൈമാറിയെന്നായിരുന്നു ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം ഇത് എവിടെ കൊണ്ടുപോയി എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ SIT നടത്തിയ അന്വേഷണത്തിലാണ് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരി സ്വദേശിയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരിക്കാണ് അത് കൈമാറിയത് എന്നുള്ള നിർണായകമായ മൊഴി ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് SIT സംഘം ബെല്ലാരിയിലെ ഈ രഥം ജ്വല്ലറിയിൽ എത്തുന്നത്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 400 ഗ്രാമിലധികം സ്വർണം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണമാണോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. 2 സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ഇത് കൊണ്ടുപോയതിനു ശേഷം ഈ തൊണ്ടി മുതലുകളൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള തൊണ്ടി മുതലുകൾ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള തൊണ്ടി മുതൽ അവിടുന്ന് എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലാണ് ഇപ്പോൾ സ്വർണം കണ്ടെത്തിയിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇനി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ആ സ്വർണം തന്നെയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് അതിവേഗം തന്നെ കടക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് 2019 കൊണ്ടുപോയ സ്വർണമാണ്. അതൊരു സ്വർണ്ണ വ്യാപാരി കൊണ്ടുപോകുമ്പോൾ ഇത്രയും വർഷങ്ങളായി അവിടെ സൂക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട സംശയമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു വിശ്വാസപരമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ സൂക്ഷിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ശബരിമലയിലുള്ള ഒരു സ്വർണ്ണമാണ്. അത് ജ്വല്ലറിയിൽ വെക്കുകയാണെങ്കിൽ ഐശ്വര്യമൊക്കെ വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ജ്വല്ലറിയിലാണെന്നുണ്ടെങ്കിൽ വീടുകളിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഐശ്വര്യമൊക്കെ ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഭാഗമായി അവിടെ സ്ഥിരമായി ഇങ്ങനെ സൂക്ഷിച്ചിരുന്നോ, അതോ അത് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും 400 ഗ്രാമിലധികം വരുന്ന സ്വർണ്ണ കട്ടികളാണ് ഇപ്പോൾ SIT സംഘം പിടിച്ചെടുത്തിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ നിന്ന് കിട്ടിയ സ്വർണം അത് രഥം ജ്വല്ലറിക്കായിരുന്നു കൊടുത്തിരുന്നത്. അവിടെ അതിന്റെ ഉടമ ഗോവർദ്ധൻ തനിക്കിത് വിറ്റതായും മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം വേഗത്തിൽ തന്നെ അവിടെ എത്തുകയും. തീർച്ചയായും സിജോ സൂചിപ്പിച്ചത് പ്രധാനമാണ്. വിശ്വാസപരമായതിന്റെ മൂല്യം വലുതാണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 2019 ഇടപാടൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ 2019 തന്നെയായിരിക്കണം ഗോവർദ്ധന് ഈ സ്വർണം കൈമാറിയതും. അപ്പോൾ ഇത്രയും ഒരു 6 വർഷത്തോളം ഇദ്ദേഹം ഈ സ്വർണ്ണക്കട്ടിയായി തന്നെ ഈ ജ്വല്ലറിയിൽ സൂക്ഷിക്കുകയായിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ വിശ്വാസപരമായി വലിയ മൂല്യമുള്ള ഈ സംഗതി കൂടുതൽ കൈമാറ്റം നടന്നു കാണാൻ വഴിയുണ്ടോ എന്നത് ഒരു സംഗതി. നേരത്തെ സിജോ സൂചിപ്പിച്ചതുപോലെ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെയൊക്കെ ഇത് ഈ സ്വർണ്ണപ്പാളികളിലും ഒപ്പം ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ മല്യ പൊതിഞ്ഞിരുന്ന സ്വർണം തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ ഏത് തരത്തിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ നമുക്ക് കഴിയുമെന്ന ചോദ്യം, ഈ ചോദ്യങ്ങൾക്കൊക്കെ SIT എങ്ങനെയായിരിക്കും ഉത്തരം നേടാൻ പോകുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് മൊഴികളും അങ്ങനെ തെളിയിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് മറ്റ് തെളിവുകൾ അന്വേഷണ സംഘം പരിശോധിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ മൊഴികളാണ്. കാരണം തനിക്ക് അന്ന് 2019 ഈ സ്വർണം കൈമാറി എന്ന് പറയുന്ന ഗോവർദ്ധനെ മൊഴി രേഖപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖ കളക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരുക്കിയിരിക്കുന്ന സ്വർണമാണ്. അതിൽ ബാക്കി വന്നത് ഇത്രയുണ്ട് എന്നുള്ളത്, 476 ഗ്രാം ബാക്കിയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് രേഖകളുണ്ട്. അത് ഇയാൾക്ക് കൈമാറ്റം ചെയ്തതിനുള്ള രേഖകൾ പരിശോധിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗോവർദ്ധനെ ഒരു പ്രധാന സാക്ഷിയാക്കി മാറ്റിയാൽ അത് ഒരു നിർണായക മൊഴിയായി മാറ്റുന്നതിന് സാധിക്കും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും വരുമ്പോൾ അന്വേഷണ സംഘം ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും അതോടൊപ്പം തന്നെ മൊഴികളെയുമാണ് ആശ്രയിക്കുക. ഇതിൽ അന്വേഷണ സംഘം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഗോവർദ്ധന്റെ ഇതുമായി ബന്ധപ്പെട്ട പങ്കുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ നടത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ അയാളെ കൂടി പ്രതിയാക്കുമോ,
അല്ല എന്നുണ്ടെങ്കിൽ അയാളെ സാക്ഷിയാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഈ സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതിലും ഇനി ഒരു സ്ഥിരീകരണം വരേണ്ടതുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അങ്ങനെ തൊണ്ടി മുതലായി അതിന് അത്രയും വരുന്ന സ്വർണം എടുത്തതാണോ എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം പല കേസുകളിലും അത്തരത്തിൽ തൊണ്ടി മുതലോ എത്താൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അത്തരം സ്വർണം കൂടി കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് ജ്വല്ലറിയിൽ നിന്ന്. അത് ഇയാൾക്ക് തന്നെയാണ് കൈമാറിയത് എന്നുള്ളത് സംബന്ധിച്ച മൊഴികളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിലെത്തിയ സംഘം സ്വർണം ഇവിടുന്ന് ഈ ജ്വല്ലറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് രാവിലെ വന്ന വിവരങ്ങളനുസരിച്ച് ഈ ജ്വല്ലറി പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു. അത് കുറച്ച് ദിവസങ്ങളായി അവിടെ പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകളിൽ നിന്നും അവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ നിന്നൊക്കെ പ്രാദേശിക അവിടുത്തെയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ലഭിച്ചിരുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ പരിശോധനകളുടെ ഭാഗമായി അത്തരം പരിശോധനകളുടെ ഭാഗമായി പൂട്ടിയതാണോ അല്ലെങ്കിൽ ഈ അന്വേഷണം തങ്ങളിലോട്ട് എത്തുന്നു എന്നൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പൂട്ടിയതാണെന്നുള്ള സംശയമുണ്ട്. ആകെപ്പാടെ ഒരു കോണ്ടാക്ട് നമ്പർ മാത്രമാണ് അവിടെ ഉപഭോക്താക്കൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നമ്പർ മാത്രമാണ് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ബംഗളൂരുവിലെത്തി സംഘം ഇപ്പോൾ വിശദമായി തന്നെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എവിടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തൊണ്ടി മുതൽ അത് പിടിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ ഈ കട്ടിളപ്പാളിയിലെയും സ്വർണം പൂശിയതിൽ നിന്ന് 108 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന്റെ ഒരു പണിക്കൂലിയായി എടുത്തിരുന്നത്. ആ സ്വർണവും കൂടി പിടിച്ചെടുക്കാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗളൂരുവിലെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ തന്നെ ഈ SIT സംഘം ചെന്നൈയിലേക്ക് തിരിക്കും. അവിടെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി പരിശോധന നടത്തി ഈ സ്വർണം ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അതിനുശേഷം സംഘം വൈകാതെ തന്നെ ഹൈദരാബാദിലേക്കും പോകുന്നുണ്ട്. ഹൈദരാബാദിലാണ് പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടുന്നത്. കാരണം ഈ ഹൈദരാബാദിൽ കൊണ്ടുപോയി 39 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ വെക്കുകയും ചെയ്തിരുന്നു. വളരെ പ്രധാനമാണ് അമൃത. എന്ന് വെച്ചാൽ 2019 ഈ ഇടപാടും ഈ തിരിമറിയും ഒക്കെ നടന്നത്. അങ്ങനെയെങ്കിൽ ഗോവർദ്ധന്റെ കയ്യിൽ 2019 തന്നെ ഈ സ്വർണം വന്നു കാണണം. അദ്ദേഹത്തിന് അറിയുമായിരിക്കും ശബരിമലയിലാണ്. അപ്പോൾ ഇങ്ങനെ ശബരിമലയിലെ പൊന്നാണ്, അത് തന്റെ കടയിലും വീട്ടിലും വെച്ചാൽ ഐശ്വര്യമുണ്ടാകും എന്ന വിശ്വാസം നല്ലത്, അത് വേണം. പക്ഷെ ഇതൊരു കട്ട് കൊണ്ടുവന്നൊരു സംഗതി വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമോ? അപ്പൊ അയ്യപ്പന്റെ ശാപം ഏൽക്കില്ലേ എന്നൊരു തോന്നലുണ്ട്. അതെ, അതായിരുന്നു വേണ്ടിയിരുന്നത്. ഞാനതല്ല സേഫ് ആലോചിക്കുന്നത്. ഇത്രയും സ്വർണ്ണക്ക് കൊടുത്തിട്ട് ആ പോറ്റി എന്തോരം മേടിച്ചിട്ടുണ്ടാവുമല്ലേ? തീർച്ചയായും. മാത്രമല്ല പോറ്റി മാത്രമാണ് മേടിച്ച്, പങ്ക് വേറെ ആർക്കെങ്കിലും കിട്ടിക്കാണോ എന്നുള്ള അന്വേഷണമായിരിക്കണം ഇപ്പോൾ SIT നടത്തുന്നത്.